വളരെ വൈകാരിക ഭാരത്തോടു കൂടിയാണ് ഓരോ മലയാളിയും എം ടിയുടെ മരണം വ്യക്തിപരമായ നഷ്ടമായിട്ട് എടുക്കും. അത് എനിക്ക് തോന്നുന്നത് ആ സാധാരണ ഉള്ളിൽ മറ്റുള്ളവർക്കുള്ളിൽ കുറച്ചധികം വ്യസനം എനിക്ക് അനുഭവപ്പെടുന്നുണ്ട്. അതിനൊരു പ്രധാന കാരണം കഴിഞ്ഞ കുറേ പതിറ്റാണ്ടായിട്ട് അദ്ദേഹത്തിൻ്റെ വാത്സല്യം അനുഭവിക്കാൻ ഭാഗ്യം കിട്ടിയ ഒരാളാണ് ഞാൻ. അപ്പോൾ അദ്ദേഹം എന്നെ സാഹിത്യ അക്കാദമിയിലേക്ക് നോമിനേറ്റ് ചെയ്തിരുന്നു. അങ്ങനെ ഞങ്ങൾ ഒന്നിച്ച് 3-4 കൊല്ലം അവിടെ പ്രവർത്തിച്ചു. പിന്നെ തുഞ്ചൻ ട്രസ്റ്റിൽ അദ്ദേഹമാണ് എന്നെ നോമിനേറ്റ് ചെയ്തത്. ഞാൻ ആ ട്രസ്റ്റ് മെമ്പറാണ് ഇപ്പോഴും. അങ്ങനെ അനവധി കാര്യങ്ങളിൽ പിന്നെ മറ്റു കാര്യങ്ങളിലും അദ്ദേഹത്തിൻ്റെ സിനിമ അല്ലെങ്കിൽ കുടുംബജീവിതം അത്തരം കാര്യങ്ങൾ ഒഴിച്ചുള്ള സാമൂഹിക കാര്യങ്ങളിലൊക്കെ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ രക്തപുരണ്ട മൺതരികൾ തൊട്ട് ഇങ്ങോട്ടുള്ള എല്ലാ അവസാനം ഏതാണ്ട് 25 വർഷം മുമ്പാണ് അദ്ദേഹത്തിൻ്റെ അവസാനത്തെ കഥ വന്നത്, കൽപ്പാന്തം വരുന്നത്. അദ്ദേഹം 9ാം ക്ലാസ് പഠിക്കുമ്പോൾ തന്നെ ആദ്യത്തെ കഥ വന്നു. ആ കഥ വിഷുവാഘോഷം എന്നുള്ള 48-ലാണ് ആ കഥ വരുന്നത്. അദ്ദേഹം പാലക്കാട് വിക്ടോറിയ കോളേജിൽ പഠിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ, അതിൽ ഒരു സഹപാഠികൾ ഉണ്ണി എന്നൊരാൾ മുൻകൈ എടുത്തിട്ട് അവർ രക്തം പുരണ്ട മൺതരികൾ അവർ പൈസ എടുത്ത് അടിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞിട്ടല്ല, അത് അവരുടെ ആവേശം കൊണ്ട്. അത് കലാരാധക സംഘം എന്ന് പറഞ്ഞിട്ടാണ് പ്രസാദ സംഘത്തിൻ്റെ പേര് വെച്ചത്. പിന്നെ മഹാഭാഗ്യവാനായ ഒരാളാണ് എം ടി. ഇത്രയും ഭാഗ്യവാനായ ഒരു എഴുത്തുകാരൻ നമ്മുടെ ഭാഷയിൽ ഉണ്ടായിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ഭാഗ്യം അദ്ദേഹം ജനിക്കുന്നതിന് മുമ്പേ ആരംഭിച്ചു. എന്താ കാരണം വെച്ചാൽ അദ്ദേഹത്തിൻ്റെ അച്ഛന് 4 മക്കളാണ്. അതിൽ അവസാനത്തെ ആളാണ് വാസുദേവൻ നായർ. അപ്പോൾ അദ്ദേഹം പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, അദ്ദേഹം ഗർഭത്തിൽ ഊറിയപ്പോൾ അമ്മയുടെ ആരോഗ്യം വളരെ മോശമാണ് എന്നുള്ള കണക്കിൽ ആ കുട്ടിയെ, ആ ഗർഭം അലസിപ്പിച്ച് കളയാൻ അവരുടെ ആരോഗ്യം, അമ്മയുടെ ആരോഗ്യം പരിഗണിച്ചിട്ടാണ് ചില്ലറ പണികൾ കേട്ടിരുന്നത്. അത് കടന്നു ചാടിയ ആളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാഗ്യം, ആ കുഞ്ഞ് പിറക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാഗ്യം ജനിക്കുന്നതിന് മുമ്പേ ആരംഭിച്ചു. പിന്നെ നല്ല വിദ്യാർത്ഥിയായിരുന്നു വാസുദേവൻ നായർ. അദ്ദേഹം 10ാം തരം പാസ്സായത് ഫസ്റ്റ് ക്ലാസ്സോട് കൂടിയാണ്. പക്ഷെ അന്നത്തെ കുടുംബത്തിലെ ദാരിദ്ര്യം കൊണ്ട് ആ ഒരു കൊല്ലം അദ്ദേഹം വെറുതെ ഇരിക്കേണ്ടി വന്നു. കാരണം എല്ലാവരും കൂടി പഠിപ്പിക്കാൻ കാശില്ല എന്ന് പറഞ്ഞിട്ട്. ആ ഒരു കൊല്ലമൊക്കെ അദ്ദേഹം എന്നും വാസുദേവൻ നായർ വായിക്കാമെന്ന് പറഞ്ഞാൽ എന്നോട് അദ്ദേഹം ജീവിതത്തെപ്പറ്റി ആകെ ഒരു പരാതിയാണ് പറഞ്ഞത് അവസാന കാലത്ത്. അപ്പോൾ ഞാനെന്തോ കാലിൻ്റെ വേദന എങ്ങനെയുണ്ട്, കാലിന് വേദന ഉണ്ടായിരുന്നു, വലത്തെ കാലിന് വേദന ഉണ്ടായിരുന്നു, ഇടത്തെ ചെവി കേൾക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞ കൂട്ടത്തിൽ അതൊന്നും ഒരു പരാതിയോ പരിഭവമൊന്നുമില്ല. അവനോട് പറഞ്ഞു, കാരശ്ശേരി ഇപ്പോൾ പണ്ടത്തെ മാതിരി വായിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആ തക്കത്തിന് ഞാൻ ചോദിച്ചു, എം ടി സാധാരണഗതിയിൽ എത്ര പേജ് വായിക്കും? അപ്പോൾ എന്നോട് പറഞ്ഞു 300 പേജ്. ഞാൻ അമ്പരന്ന് പോയി, ദിവസം 300 പേജ്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇപ്പോഴും? ഇപ്പോൾ ഒരു 50 പേജൊക്കെ പറ്റുന്നുള്ളൂ. ഇതാണ് അദ്ദേഹത്തിന്. അദ്ദേഹം എഴുത്തുകാരനാണെന്ന് എല്ലാവർക്കും അറിയാം. കാരണം 9ാം ക്ലാസ് തൊട്ട് അദ്ദേഹത്തിൻ്റെ കഥകൾ, അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങളൊക്കെ അച്ചടിച്ച് വരുന്നുണ്ട്. എന്നും കർമ്മനിരതനായിരുന്ന ഒരാളാണ് എം ടി. ദീർഘായുസ്സായിരുന്നു. അദ്ദേഹത്തിന് പലതരം ചെറിയ അനാരോഗ്യം, ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ എന്നും അദ്ദേഹത്തിന് പ്രമേഹം. ഒരു ചെറിയ ഭാഷയെ ലോക സാഹിത്യത്തിന് മുന്നിൽ നെറുകയിൽ തന്നെ വച്ചൊരു മനുഷ്യൻ, മാഷ് അദ്ദേഹത്തെ എങ്ങനെയാണ് എഴുത്തുകാരൻ എന്നുള്ള നിലയിൽ കാണുന്നത്? എം ടി സാഹിത്യത്തിലും സിനിമയിലും പത്രപ്രവർത്തനത്തിലും സാംസ്കാരിക മേഖലയിലൊക്കെ തൻ്റെ കാലം സൃഷ്ടിച്ച ഒരാളാണ്. കാരണം അദ്ദേഹം എവിടെ എന്ത് ചെയ്താലും അതിന് അദ്ദേഹത്തിൻ്റെ ഒരു മുദ്രയുണ്ട്. അതൊരു ചെറിയ കാര്യമല്ല. അപ്പോൾ അദ്ദേഹം സിനിമയ്ക്ക് പാട്ട് എഴുതിയിട്ട്, അപ്പോൾ സാധാരണ ആൾക്കാർക്ക് ഓർമ്മയില്ലാത്തൊരു കാര്യമാണ്. അപ്പോൾ വളർത്തുമൃഗങ്ങൾ
എന്നുള്ള സിനിമയ്ക്ക് പാട്ടെഴുതാൻ അദ്ദേഹം നിശ്ചയിച്ചിരുന്നത് നമ്മുടെ യൂസഫ് അലി കേച്ചേരി, അദ്ദേഹം മരിച്ചുപോയി. അപ്പോൾ പാട്ട് എഴുതി കൊണ്ടുവരാം എന്ന് പറഞ്ഞിട്ട് MTയുടെ തിരക്ക് കൊണ്ട് സംഗീത സംവിധായകനും ചില്ലറ ആൾക്കാരൊക്കെ മദിരാശിയിൽ നിന്ന് കോഴിക്കോട്ടേക്ക് വന്നു. കോഴിക്കോട് ഹോട്ടലിൽ ക്യാമ്പ് ചെയ്യുമ്പോഴാണ് യൂസഫ് അലിയുടെ ഫോൺ വരുന്നത്. അപ്പോൾ എന്താണ്, യൂസഫ് അലിയുടെ പെങ്ങളുടെ മകൾക്കൊരു കല്യാണം പെട്ടെന്ന് തോന്നുന്നു, നിക്കാഹ്. അപ്പോൾ അതിന് അമ്മാവനുണ്ടായേ പറ്റുള്ളൂ. അപ്പോൾ എനിക്കിന്ന് വരാൻ നിവൃത്തിയില്ല എന്ന് പറഞ്ഞു. ആ MT പറഞ്ഞു ശരി എന്ന് പറഞ്ഞു. പിന്നെന്താണ്, വെറുതെ ഇരിക്കണം ഇവരാർ, ഈ സംഗീത സംവിധായകനൊക്കെ. അപ്പോൾ സാധാരണ ആരും ചെയ്യുന്നൊരു കാര്യം, വേറെ സുഹൃത്തുക്കളെ, അദ്ദേഹത്തിന് എത്ര കവികളെ അറിയാം, എത്ര പാട്ടെഴുത്തുകാരെ അറിയാം. ഇപ്പോൾ P. ഭാസ്കരൻ മാഷൊക്കെ വലിയ വാത്സല്യമാണ്. അപ്പോൾ MTയുടെ ഏറ്റവും വാത്സല്യം ഉണ്ടായിരുന്ന ആൾ എൻ്റെ അറിവിലും അനുഭവത്തിലും പാട്ടെഴുത്തുകാരൻ ഭാസ്കരൻ മാഷ. അദ്ദേഹം ഒരു പാട്ടിൽ താന്നിയൂർ എന്നൊരു വാക്ക് പ്രയോഗിച്ചു. എന്നിട്ട് ആ പാട്ടൊക്കെ ഇറക്കാടി കഴിഞ്ഞപ്പോൾ MTയോട് ഭാസ്കരൻ മാഷ് പറഞ്ഞു, അങ്ങനൊരു സ്ഥലമൊന്നും ഇല്ല കേട്ടോ, ഞാൻ MTക്ക് സന്തോഷമാകാൻ വേണ്ടി അങ്ങനെ എഴുതിയതാണ്, കാരണം നാട്ടുമ്പുറം ഇങ്ങനെ വരുന്നതിൻ്റെ. അപ്പോൾ ഈ ഞാൻ പറഞ്ഞു വന്ന കഥ വളർത്തുമൃഗങ്ങളുടെ കഥയാണ്. അപ്പോൾ സാധാരണ വേറൊരു പാട്ടെഴുത്തുകാരനെ വിളിച്ചിട്ട് ഇന്ന് രാത്രി ഒരു 5 പാട്ടെഴുതി തരണം എന്ന് പറയുമ്പം അതൊരാളുടെ ഒരു ആനുകൂല്യം, ഒരു ഫേവർ ചോദിക്കലാണ്. അത് MTക്ക് പറ്റില്ല. MT എന്ത് എഴുതും, അതേ ഇരുന്ന് പാട്ടം എഴുതി.